മാലിന്യ സംസ്കരണത്തിനും പാർപ്പിട ആരോഗ്യ സേവന മേഖലകൾക്കും പ്രാധാന്യം നൽകി കായംകുളം നഗരസഭ ബജറ്റ് 70 കോടി 41 ലക്ഷം രൂപ വരവ് പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. പാർപ്പിട ആരോഗ്യ സേവന മേഖലകൾക്കായി 12 കോടി 58 ലക്ഷം രൂപ വകയിരുത്തി. 70 കോടി 41 ലക്ഷത്തി 9,923 രൂപ വരവും 63 കോടി 16 ലക്ഷത്തി 96,515 രൂപ ചെലവും 7 കോടി 24 ലക്ഷത്തി 13,408 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് അവതരിപ്പിച്ചത്. കൃഷി, അനുബന്ധ മേഖല, വ്യവസായം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം തുടങ്ങിയ ഉൽപാദന മേഖലയ്ക്കായി 3 കോടി 10 ലക്ഷം രൂപയും ശുചിത്വ മാലിന്യ സംസ്കരണത്തിനായി 10 കോടി 80 ലക്ഷം രൂപയും പാർപ്പിടം, ദാരിദ്ര്യ ലഘൂകരണം, ആരോഗ്യം, സേവന മേഖല, സാമൂഹ്യനീതി എന്നിവയ്ക്കായി 12 കോടി 58 ലക്ഷം രൂപയും വകയിരുത്തി. സ്ത്രീ സുരക്ഷാ നഗരത്തിനായി 1 കോടി 92 ലക്ഷം രൂപയും പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വികസനത്തിനായി 3 കോടി രൂപയും ഊർജ്ജ സംരക്ഷണത്തിനായി 2 കോടി 55 ലക്ഷം രൂപയും നീക്കിവെച്ചു. വിദ്യാഭ്യാസം, ജനക്ഷേമം, കലാകായികം, സംസ്കാരം എന്നീ മേഖലകൾക്കായി 3 കോടി 75 ലക്ഷം രൂപയാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സമൂഹത്തിലെ വിവിധ തട്ടുകളിലെ ജനങ്ങളെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഉതകുന്ന ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ കൗൺസിൽ കാലയളവിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സമൂഹത്തിൽ ഏറെ പരിഗണന അർഹിക്കുന്ന അംഗവൈകല്യമുള്ളവർക്കായി മുച്ചക്ര സ്കൂട്ടർ, മോട്ടറൈസ്ഡ് വീൽചെയർ, ഭിന്നശേഷിക്കുള്ള സ്കോളർഷിപ്പ്, ഭിന്നശേഷി കലോത്സവം, ഭിന്നശേഷിക്കാരുടെ രക്ഷിതാക്കൾക്ക് സ്വയം തൊഴിലുകൾക്കായി ബങ്കുകൾ, പകൽ വീട്ടിലെ ഗുണഭോക്താക്കൾക്ക് ഭക്ഷണം, വൈദ്യപരിശോധന, നഗരസഭയിലെ അംഗൻവാടി വഴി കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കും കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം. ലഹരി വിമുക്ത നഗരത്തിനായി 10 ലക്ഷം രൂപയും പൊതുഭരണത്തിനായി 3 കോടി 25 ലക്ഷം രൂപയും ദുരന്ത നിവാരണത്തിനായി 5 ലക്ഷം രൂപയും നഗര ആസൂത്രണത്തിനായി 2 കോടി 15 ലക്ഷം രൂപയും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പശ്ചാത്തല മേഖലയ്ക്കായി 10 കോടി 43 ലക്ഷവും ബജറ്റിൽ വകയിരുത്തി. സ്വകാര്യ ബസ് സ്റ്റാൻഡ്, ITI കെട്ടിടം, ക്രിമിറ്റോറിയം, ആധുനിക അറിവുശാല, ആയുർവേദ ആശുപത്രിക്ക് സ്ഥലവും സ്ഥലമെടുപ്പും പുതിയ കെട്ടിടവും, ഹോമിയോ ആശുപത്രിക്ക് പുതിയ കെട്ടിടം, കല്ലുമൂട് IT പാർക്ക്, ശതാബ്ദി സ്മാരക ഓഡിറ്റോറിയം, മൾട്ടി ലെവൽ പാർക്കിംഗ് കോംപ്ലക്സ്, ഓപ്പൺ ജിംനേഷ്യം, ഇൻഡോർ സ്റ്റേഡിയം, നഗരസഭയ്ക്ക് ഓഫീസ് കെട്ടിടം, ടർഫ് നിർമ്മാണം, വ്യവസായ സ്റ്റാർട്ടപ്പുകൾ, ഗ്രൂപ്പ് ഫാമിംഗ്, നഗര സൗന്ദര്യവൽക്കരണം, അതിദരിദ്രർക്ക് ഭൂമിയും വീടും, മാലിന്യ സംസ്കരണത്തിന് റോഡ് സ്വീപ്പർ മെഷീൻ, ഷെഡിംഗ് മെഷീൻ, നഗരസഭയുടെ 4 പ്രദേശങ്ങളിൽ ഡയപ്പർ ഇൻസിനറേറ്റർ, തോടുകളുടെയും കനാലുകളുടെയും സംരക്ഷണം, നഗരത്തിലെ വിവിധ റോഡുകളുടെ വീതി കൂട്ടുന്നതിന് സ്ഥലമേറ്റെടുപ്പ്, നഗരസഭയ്ക്ക് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങളും ബജറ്റ് ലക്ഷ്യമിടുന്നുണ്ട്. വിവിധ ക്ഷേമ പെൻഷനുകളുടെ ഗുണഭോക്താക്കളായി 9,623 പേരാണ് നമുക്കുള്ളത്. അർഹരായ എല്ലാവർക്കും ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിന് ആവശ്യമായ നടപടികൾ കൃത്യതയോടെ ചെയ്യുന്നതിനും ക്ഷേമ പെൻഷൻ ഇനത്തിൽ 15 കോടി 6,800 കോടി രൂപ മാസം തോറും വിതരണം ചെയ്യുന്നതിന് ഈ കൗൺസിലിന് കഴിഞ്ഞിട്ടുണ്ട്. ബജറ്റ് അവതരണ യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷത വഹിച്ചു. ഇതിനിടെ ബജറ്റ് ജനക്ഷേമകരമല്ല എന്നാരോപിച്ച് UDFും രംഗത്തെത്തി. UDF അംഗങ്ങൾ ബജറ്റ് യോഗത്തിൽ നിന്നും പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. ന്യൂസ് ബ്യൂറോ, കായംകുളം.